സ്വിസ് AHV പെൻഷൻ സിസ്റ്റത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം. പുതിയ AHV 21 പരിഷ്കാരങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് നോക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഇവിടെ ഉത്തരം കണ്ടെത്താം. നിങ്ങളുടെ റിട്ടയർമെന്റിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നുണ്ടോ? സ്വാഭാവികമാണ്. പക്ഷേ വിഷമിക്കേണ്ട. കാരണം അടുത്തൊരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഭാവിക്കായി ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എന്തൊക്കെ അറിയണം എന്നുള്ളത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? ആദ്യം നിങ്ങളുടെ പെൻഷന്റെ അടിസ്ഥാനമായ ഇൻഡിവിജ്വൽ അക്കൗണ്ടിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ പെൻഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കും. അതുപോലെ പുതിയ AHV 21 പരിഷ്കാരം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ റിട്ടയർമെന്റ് ഇപ്പോൾ എത്രത്തോളം ഫ്ലെക്സിബിളാണ്, പിന്നെ എങ്ങനെ ഇതിനായി ശരിയായി അപേക്ഷിക്കാം, അവസാനം നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. അതാണ് ഏറ്റവും പ്രധാനം, നിങ്ങളുടെ പെൻഷന്റെ അടിത്തറ, അതായത് നിങ്ങളുടെ വ്യക്തിഗത അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഈ വ്യക്തിഗത അക്കൗണ്ട് അല്ലേ? ഇതിനെ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഡയറി ആയിട്ട് സങ്കല്പിച്ചാൽ മതി. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്ത ഓരോ വർഷവും നിങ്ങളുടെ വരുമാനം എത്രയായിരുന്നു, നിങ്ങൾ എത്ര പെൻഷൻ വിഹിതം അടച്ചു എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ഔദ്യോഗിക രേഖയാണിത്. അവസാനം നിങ്ങളുടെ പെൻഷൻ എത്ര കിട്ടുമെന്ന് തീരുമാനിക്കുന്നത് ഈ ഡയറി നോക്കിയിട്ടാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾ ഈ വിഹിതം അടയ്ക്കാൻ വിട്ടുപോയാൽ അതിനെ ബെയ്ട്രാക്സ് ലുക്കൻ എന്ന് പറയും. അതായത് അടവിലെ വിടവുകൾ. ഓരോ വിടവും നിങ്ങളുടെ പെൻഷനിൽ ഒരു ആജീവനാന്ത കുറവ് വരുത്തും. ഇത് പിന്നീട് നികത്താൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാവി ശരിക്കും നിങ്ങളുടെ കയ്യിലാണ്. ഈ കാര്യങ്ങൾ ഉറപ്പാക്കണം. ഒന്നാമതായി, ഓരോ 4-5 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ IK സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോപ്പി സൗജന്യമായി ഓർഡർ ചെയ്ത് വാങ്ങുക. എന്നിട്ട് അത് ശരിയാണോന്ന് പരിശോധിക്കുക. ഒരു ചെറിയ ഗ്യാപ്പ് പോലും നിങ്ങളുടെ റിട്ടയർമെന്റ് വരുമാനത്തെ സാരമായി ബാധിക്കും. അതുകൊണ്ട് മറക്കാതെ ഇത് ചെയ്യണം. വേണമെങ്കിൽ ഫോണിലൊരു റിമൈൻഡർ ഇട്ടോളൂ. ശരി, ഈ കണക്കുകളൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നോക്കിയാലോ? നമുക്ക് ജൂലിയ, മോണിക്ക എന്നീ 2 ഇരട്ട സഹോദരിമാരുടെ കഥയിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരേപോലെ വളർന്നെങ്കിലും അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ പോലും അവരുടെ പെൻഷനെ എത്ര വലുതായിട്ടാണ് ബാധിച്ചതെന്ന് കാണാം. ഇപ്പൊ ജൂലിയയുടെ കാര്യം നോക്കൂ. അവർ 1 വർഷം പോലും വിഹിതമടയ്ക്കുന്നതിൽ മുടക്കം വരുത്തിയിട്ടില്ല. വിവാഹിതയാണ്, 2 കുട്ടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സാഹചര്യത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പെൻഷൻ അവർക്ക് കിട്ടും. നേരെമറിച്ച് അവരുടെ ഇരട്ട സഹോദരിയായ മോണിക്ക കുറച്ചുകാലം വിദേശത്തായിരുന്നു. അതുകൊണ്ടൊരു 3 വർഷത്തെ ഗ്യാപ്പ് വന്നു. ഇത് കാരണം അവരുടെ പെൻഷൻ തുകയിൽ നല്ലൊരു കുറവുണ്ടാകും. വിവാഹിതരായവർക്ക് ഒരു പ്രത്യേക നിയമം കൂടിയുണ്ട് കേട്ടോ. ജൂലിയയ്ക്കും അവരുടെ ഭർത്താവിനും കിട്ടുന്ന പെൻഷനുകൾ രണ്ടും കൂടി കൂട്ടിയാൽ ഒരു സിംഗിൾ വ്യക്തിക്ക് കിട്ടാവുന്ന മാക്സിമം പെൻഷന്റെ 150%, അതായത് 1.5 ഇരട്ടിയിൽ കൂടാൻ പാടില്ല. ഇതിന് പ്ലാഫോണിയറും എന്നാണ് പറയുക. ഒരു വേള ആ ലിമിറ്റ് കടന്നാൽ 2 പേരുടെയും പെൻഷൻ ആനുപാതികമായി കുറയ്ക്കും. ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഈ നിയമങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും അടുത്തിടെ വന്ന AHV 21 എന്ന പുതിയ പരിഷ്കാരം പെൻഷൻ പ്ലാനിങ്ങിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സ്ത്രീകളുടെ വിരമിക്കൽ പ്രായത്തിലാണ്. അത് പടിപടിയായി 65 വയസ്സിലേക്ക് ഉയർത്തുകയാണ്. ഈ കാണുന്നതുപോലെ 1961 ജനിച്ചവർക്ക് 2025 64 വയസ്സും 3 മാസവും ആകുമ്പോഴാണ് റിട്ടയർമെന്റ്. അങ്ങനെ ഓരോ വർഷവും ഇത് കൂടിക്കൂടി വന്ന് 1964 അതിനുശേഷമോ ജനിച്ചവർക്കെല്ലാം വിരമിക്കൽ പ്രായം 65 വയസ്സായി മാറും. അപ്പോൾ ഈ മാറ്റം പെട്ടെന്ന് ബാധിക്കുന്ന സ്ത്രീകൾക്ക്, അതായത് 1961 1969 ഇടയിൽ ജനിച്ചവർക്ക് ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ പെൻഷനോടൊപ്പം ജീവിതകാലം മുഴുവൻ ഒരു അധിക തുക കിട്ടും. പക്ഷേ ഇവിടെ ഒരു വലിയ ബട്ടുണ്ട്. നിങ്ങൾ നേരത്തെ വിരമിക്കാൻ തീരുമാനിച്ചാൽ ഈ അധിക സഹായം കിട്ടില്ല, അത് പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ട് ആ തീരുമാനമെടുക്കുമ്പോൾ ഇത് ഓർക്കണം. ഈ പുതിയ പരിഷ്കാരങ്ങൾ ചിലർക്ക് ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും ഇതിന്റെ ഏറ്റവും നല്ല വശം എന്താന്നുവെച്ചാൽ റിട്ടയർമെന്റ് ഇപ്പോൾ എന്നത്തേക്കാളും ഫ്ലെക്സിബിളാണ്. നമുക്ക് ഗൈഡോ, മത്തിയാസ് എന്നീ ഇരട്ട സഹോദരന്മാരുടെ കഥയിലൂടെ ഈ പുതിയ ഫ്ലെക്സിബിലിറ്റി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഗൈഡോയ്ക്ക് ചിത്രരചന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് കൂടുതൽ സമയം കിട്ടാൻ വേണ്ടി അദ്ദേഹം നേരത്തെ വിരമിക്കാൻ തീരുമാനിക്കുന്നു. പെൻഷനിൽ ചെറിയൊരു കുറവ് വരുമെങ്കിലും ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം അത് അംഗീകരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരൻ മത്യാസിന് തന്റെ ജോലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം 70 വയസ്സുവരെ ജോലിയിൽ തുടരാനും അതിലൂടെ പെൻഷനിൽ ഒരു ലൈഫ് ലോങ് ബോണസ് നേടാനും തീരുമാനിക്കുന്നു. കണ്ടില്ലേ, 2 പേർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഇവരുടെ തീരുമാനങ്ങൾ സാമ്പത്തികമായി എന്ത് വ്യത്യാസമാണുണ്ടാക്കുന്നതെന്ന് നോക്കൂ. ഗൈഡോ
2 വർഷം നേരത്തെ വിരമിക്കുന്നതുകൊണ്ട് ഓരോ വർഷത്തിനും 6.8% വെച്ച് അദ്ദേഹത്തിന്റെ പെൻഷനിൽ ആജീവനാന്തം 13.6% കുറവ് വരും. പക്ഷേ മത്തിയാസ് 70 വയസ്സുവരെ ജോലി ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് 31.5% അധിക ബോണസാണ് പെൻഷനിൽ കിട്ടാൻ പോകുന്നത്. അത് ശരിക്കും വലിയൊരു വ്യത്യാസമാണ്, അല്ലേ? അപ്പോ ഈ പരിഷ്കാരത്തിന്റെ ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാചകത്തിൽ പറയാം: നിങ്ങളുടെ വാർദ്ധക്യകാല പെൻഷൻ നിങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിട്ടയർമെന്റ് എപ്പോൾ, എങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചുവെന്ന് കരുതുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപേക്ഷ നൽകുക. ഇവിടെ എല്ലാവരും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പെൻഷൻ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരില്ല. നിങ്ങളതിനായി കൃത്യസമയത്ത് അപേക്ഷ കൊടുക്കണം. നിങ്ങളുടെ കലണ്ടറിൽ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾ എപ്പോഴാണോ പെൻഷൻ കിട്ടിത്തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിന് 3 മുതൽ 6 മാസം മുൻപെങ്കിലും അപേക്ഷ കൊടുത്തിരിക്കണം. വൈകിയാൽ ആദ്യത്തെ പെൻഷൻ കയ്യിൽ കിട്ടാൻ വൈകും. അതുകൊണ്ട് ഈ സമയം വളരെ പ്രധാനമാണ്. അപേക്ഷാ പ്രോസസ്സിനെക്കുറിച്ച് ഓർപ്പ് ടെൻഷൻ അടിക്കേണ്ട. വളരെ സിമ്പിളാണ്. 3 സ്റ്റെപ്പുകൾ. ആദ്യം ahvi.ch എന്ന വെബ്സൈറ്റിൽ പോയി ഫോം ഡൗൺലോഡ് ചെയ്യുക. രണ്ടാമത്, അത് വളരെ ശ്രദ്ധയോടെ പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകൾ സ്കാൻ ചെയ്ത് കൂടെ വയ്ക്കുക. അവസാനമായി, നിങ്ങൾ അവസാനം വിഹിതമടച്ച കോമ്പൻസേഷൻ ഫണ്ടിലേക്ക് അത് സമയത്തിനു മുൻപ് അയച്ചു കൊടുക്കുക. കഴിഞ്ഞു. ഇപ്പോ നിങ്ങൾക്ക് AHV പെൻഷനെക്കുറിച്ച് ഒരുവിധം നല്ലൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ അറിവൊക്കെ വെച്ച് നിങ്ങൾ പ്രായോഗികമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കൃത്യമായി ഒന്ന് നോക്കാം. നിങ്ങളുടെ പെൻഷൻ യാത്ര ടെൻഷൻ ഫ്രീയാക്കാൻ ഈ 5 കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുക. 1. നിങ്ങളുടെ AK സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യുക. 2. അതിൽ എന്തെങ്കിലും വിടവുകളുണ്ടോ എന്ന് നന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. 3. പുതിയ നിയമപ്രകാരം നിങ്ങളുടെ വിരമിക്കൽ പ്രായം എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. 4. നേരത്തെ വിരമിച്ചാലും വൈകി വിരമിച്ചാലും സാമ്പത്തികമായി എന്തു മാറ്റം വരുമെന്ന് ഒന്ന് വിശകലനം ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനം, 5-മതായി, അപേക്ഷ കൊടുക്കാനുള്ള തീയതി നിങ്ങളുടെ കലണ്ടറിൽ ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്തു വെക്കുക. അപ്പോ ഈ എല്ലാ കണക്കുകൾക്കും നിയമങ്ങൾക്കുമൊക്കെ അപ്പുറം ശരിക്കും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം, ആ പുതിയ സ്വാതന്ത്ര്യം നിങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്താൻ പോകുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങൾ ജീവിച്ചു തീർക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ റിട്ടയർമെന്റ് കാലം മനോഹരമാക്കാനുള്ള പ്ലാനിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങാം. എല്ലാ ആശംസകളും.